പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭാ പ്രസംഗികൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായി ഇരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആദ്യാന്തം ഗ്രഹിക്കുവാൻ അവന് കഴിവില്ല. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടക്കണമെന്ന് പലപ്പോഴും നമ്മൾ ശഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറം കർത്താവിന് തൻ്റേതായ കാലവും പദ്ധതിയും ഉണ്ടെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുവാൻ അല്പം ഒന്ന് കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ തിടുക്കം കൂട്ടിയാൽ നടക്കാതെ പോകുന്നത് കർത്താവിൻ്റെ പ്ലാനാണ്. നമ്മൾ ജീവിതത്തിൽ നാളെയെ കണ്ടുകൊണ്ട് ചില പ്ലാനും പദ്ധതിയും തയ്യാറാക്കുമ്പോൾ കർത്താവ് തയ്യാറാക്കുന്ന പ്ലാൻ നാളേക്ക് വേണ്ടിയല്ല, എക്കാലവും നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു പ്ലാനാണ് കർത്താവിൻ്റേത്. എനിക്ക് ഇത് കിട്ടിയേ തീരുവെന്ന് നിർബന്ധത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യത്തെയും ഈശോയുടെ പദ്ധതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പറയുക, ഈശോയെ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ആഗ്രഹങ്ങളിൽ നിറവേറുവാൻ ഇടയാകണമേ. കാരണം അങ്ങയുടെ ഇഷ്ടം എപ്പോഴും ശാശ്വതമാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ പൂർണ്ണമായി കൊടുക്കാം. കർത്താവിൻ്റെ കരം നമ്മുടെ ആഗ്രഹങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ശാശ്വതമായ ഒരു നന്മ ഉളവാകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.